നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായ വേദനകളും നിരാശകളും സങ്കടങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിനേക്കാൾ ശക്തമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്ന വേദനകളിൽ ഇല്ലാതായിപ്പോവും. ജീവിതം അവിടം കൊണ്ട് തന്നെ പരിപൂർണമായിട്ട് ഇല്ലാതായിപ്പോവും. വെൻ ദ പെയിൻ ഈസ് ഡീപ്പ്, ഗോ ഡീപ്പർ ഇൻ പ്രേയർ. മറ്റുള്ളവർ തരുന്ന വേദനകൾ അതികഠിനമാണെങ്കിൽ അതിനേക്കാൾ ശക്തമായിരിക്കട്ടെ നിന്റെ പ്രാർത്ഥന. അപ്പോൾ നീ ഒരിക്കലും തളർന്നു പോകില്ല. ഇത് വെറും ഒരു സന്ദേശം മാത്രമല്ല, ഇത് ഒരു ദൈവ അനുഭവത്തിന്റെ വെളിപ്പെടുത്തലാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 44-ാം തിരുലിഖിതം ഒന്ന് വായിച്ചു നോക്കിയേ. യേശു ഗെത്സമനിയിൽ അതികഠിനമായിട്ട് അനുഭവിച്ച വേദനകളെക്കുറിച്ച് പറയുന്ന വചനഭാഗമാണിത്. വചനം പറയുന്നു, അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അവൻ തീവ്രതയാർന്ന വേദന അനുഭവിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥനയുടെ ആ തീഷ്ണതയുടെ അളവ് അവൻ കൂട്ടി. ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ പല പ്രാവശ്യങ്ങളിലായിട്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈശോ മലമുകളിൽ പോയി അനേകം തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈശോ മലമുകളിൽ പോയി പ്രാർത്ഥിച്ചതുപോലെയല്ല ഈശോ ഗെത്സമനയിൽ പ്രാർത്ഥിച്ചത്. ഗെത്സമനയിൽ ഈശോ കുറച്ചും കൂടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. കാരണം ആ സമയം ഈശോ അനുഭവിച്ച വേദന അതികഠിനമായിരുന്നു. അതുകൊണ്ട് ഈ ടെക്നിക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് ഈശോയാണ്. വെൻ ദ പെയിൻ ഈസ് ഡീപ്പ്, ഗോ ഡീപ്പർ ഇൻ പ്രേയർ. ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധി, വലിയ പ്രശ്നങ്ങൾ, വലിയ തകർച്ചകൾ നേരിടുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വലിയ വേദനകൾ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ സ്വയം ഇല്ലാതാകുന്ന അവസ്ഥകൾ, സ്വയം ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥകൾ. ഒരുപക്ഷെ നമുക്ക് ഈ ലോകത്തിൻ്റെ സകല സപ്പോർട്ടുണ്ടായിരിക്കാം, ആൾക്കാർ നമ്മെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കാം, സമ്പത്ത് ധാരാളം ഉണ്ടായേക്കാം, മറ്റെല്ലാ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ടായേക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്ക് ദൈവത്തിൽ നിന്നൊരു ശക്തി ലഭിച്ചില്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്കതിനെ നേരിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ വേദനകളുടെയും ദുഃഖങ്ങളുടെയും ആ വലിയ ഭാരം അനുഭവിക്കുന്നവർ മറ്റുള്ളവരല്ല, അത് നമ്മൾ മാത്രമാണ്. ആ നമ്മുടെ വലിയ വേദനകളും സങ്കടങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ നമ്മളെ തകർക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. വേദനകളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴല്ല നമ്മൾ പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു പരാജയമായിട്ട് മാറുന്നത്. വേദനകളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നമ്മളിൽ നിന്നില്ലാതാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു പരാജയമായിട്ട് മാറുന്നത്. ആ ശക്തി നമുക്ക് ലഭിക്കുന്നത് ഈശോയിൽ നിന്ന് മാത്രമാണ്. കാരണം ഈശോ മാത്രമായിരിക്കും ഏതവസ്ഥയിലും നമ്മെ പിരിയാതെ നമ്മുടെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു ആള്. തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എൻ്റെ എല്ലാ മനോവേദനകളെയും വിഷമങ്ങളെയും സങ്കടങ്ങളെയും തകർച്ചകളെയും എല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, ഞാൻ എന്നെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്ത വലിയ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ ഭൗതികമായ ചുറ്റുപാടുകൾ എല്ലാം എനിക്കെതിരാണ്. ആശ്വസിപ്പിക്കാൻ പോലും ഇല്ലാത്ത തകർന്ന അവസ്ഥയിലാണ് ഈശോയെ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഈ അവസ്ഥയിലേക്ക് അങ്ങ് കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ അങ്ങ് എനിക്ക് കൂട്ടായി വരണമേ. ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലൂടെ പോലും ഈശോയെ ഞാൻ ഇന്ന് കടന്നു പോവുകയാണ്. അങ്ങൻ്റെ കൂടെ വന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ പ്രയാസങ്ങളെയെല്ലാം കൂടുതൽ തീക്ഷ്ണമായ പ്രാർത്ഥനയോടെ അതിജീവിക്കുവാനുള്ളൊരു ശക്തി എന്നിൽ നിക്ഷേപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ഭാരങ്ങളും നിരാശകളും ഉൾഭയവും പേടിയും ആകുലതകളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു ആശീർവാദം സ്വീകരിക്കാം.